കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് 2026 കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്രശസ്തന്മാരായ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് മുതൽ വിവിധ പാർട്ടികളിൽപ്പെട്ട ശ്രീ അച്യുതമേനോൻ, AK ആന്റണി, K കരുണാകരൻ, പട്ടം താണുപിള്ള തുടങ്ങിയ അതിപ്രശസ്തന്മാരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഭരിച്ച ഈ കേരള സംസ്ഥാനത്ത് ഇത്രത്തോളം അധപ്പതിച്ച രീതിയിൽ ഒരു മുഖ്യമന്ത്രി നിലവാരമില്ലാത്ത രീതിയിൽ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് അത്യന്തം ഹീനമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ ചട്ടവിരുദ്ധമായിട്ടുള്ള നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഒരു അധികാര ദുർവിനിയോഗമാണ് ഇപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപൊരിക്കലും ഒരു ഭരണാധികാരിയും ഈ തരത്തിൽ ഇത്ര ഹീനമായ നിലവാരമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണം അധികാരത്തിന് വേണ്ടി നടത്തിയിട്ടില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്ന ചട്ടലംഘനം എന്ന് പറയുന്നത് ഏതാണ്ട് 78.42 കോടി ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സോഷ്യൽ മീഡിയ വിഭാഗം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് അവരിൽ ഓരോരുത്തർക്കും മുഖ്യമന്ത്രി സന്ദേശം അയക്കുകയും അതുപോലെ തന്നെ അവരെ വിളിക്കാൻ കഴിയുമെങ്കിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഡേറ്റ സംഭരിച്ചത് ഈ തരത്തിലുള്ള നിലവാരമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയല്ല. വ്യക്തിഗത വിവരങ്ങൾ സ്പാർക്ക് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സമ്പ്രദായത്തിൽ ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിനും അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ നിലനിർത്തുന്നതിനുമാണ് ആ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത്. അത് മറ്റൊരു വിധത്തിലും മറ്റൊരു കാരണത്തിനും മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ചട്ടങ്ങളുണ്ട്. ആ സ്വകാര്യ വിവരങ്ങൾ ഇപ്പോൾ ചോർത്തിയെടുത്തുകൊണ്ടാണ് ഈ സ്പാർക്ക് എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സാമൂഹ്യ മാധ്യമ വിഭാഗം ചോർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആളുകളെ പേര് വിളിച്ച് വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ച് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുകയാണ്. എന്തൊരു തരംതാണ ഇടപാടാണ്, എന്തൊരു നിലവാരമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തരത്തിൽ നിലവാരമില്ലാത്ത രീതിയിലേക്ക് തരം താഴാൻ പോയി തുടങ്ങിയ ആ ഇരിക്കുന്ന കസേരയുടെ മാന്യത എത്രയധികം നഷ്ടപ്പെടുന്നു. ആത്മാഭിമാനം വേണ്ടേ, സ്വയബഹുമാനം, സെൽഫ് റെസ്പെക്ട് വേണ്ടേ? ഇത്രയും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇതുപോലെ ഓരോരുത്തരെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളെ മത്തായി, മുഹമ്മദ് അല്ലെങ്കിൽ ശങ്കുപ്പിള്ള എന്നൊക്കെ പേര് വിളിച്ചിട്ട് പറയുകയാണ്, കണ്ടില്ലേ ഞങ്ങൾ 10 വർഷമായി നടത്തിയ സേവനങ്ങൾ, പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു, DA തരുന്നു. ഇതെല്ലാം കേട്ടാൽ തോന്നും അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് കൊടുക്കുന്നതാണെന്ന്. അദ്ദേഹം എന്തോ പ്രത്യേകമായ ആനുകൂല്യം ജീവനക്കാർക്ക് കൊടുക്കുന്നു എന്ന രീതിയിൽ നെറികെട്ട രീതിയിലുള്ള പ്രചരണമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ഇതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുവാൻ പ്രതിപക്ഷം തയ്യാറായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഈ വിഷയത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനായി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്ന്. ചട്ടമനുസരിച്ച് ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വ്യക്തിഗത വിവരങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. കേരളത്തിലെ സമൂഹത്തിനറിയാം, വളരെ പ്രമാദമായി ഇവിടെ ഉണ്ടായ ഒരു സ്പ്രിംഗ്ലർ കേസ്. യഥാർത്ഥത്തിൽ സ്പ്രിംഗ്ലർ വിവാദം ഇതുപോലെയുള്ള സ്വകാര്യ വിവരങ്ങൾ അന്തർദേശീയ കമ്പനികൾക്ക്, മെഡിക്കൽ രംഗത്തുള്ള, ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള ആളുകൾക്കൊക്കെ വിതരണം ചെയ്ത് ശതകോടികളുടെ വ്യാപാരം നടത്തുന്നതിന് വേണ്ടി കേരളത്തിലെ രോഗികളുടെയും അല്ലാത്തവരുടെയും ഒക്കെ വ്യക്തിഗത വിവരങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് അയച്ചു കൊടുത്ത് വലിയ കൊള്ളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് സ്പ്രിംഗ്ലർ കേസ്. അതിന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കാലത്താണ് ഈ മുഖ്യമന്ത്രി ഇത്തരത്തിൽ താൻ ഇരിക്കുന്ന കസേരയുടെ മാന്യത പോലും നഷ്ടപ്പെടുത്തി, സ്വയ ബഹുമാനം നഷ്ടപ്പെടുത്തി, നിലവാരമില്ലാത്ത രീതിയിൽ മുൻപൊരിക്കലും ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ മൂന്നാം ഊഴത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി ഈ തരം തരംതാണ നടപടികളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട VD സതീശൻ ഇന്ന് നിയമസഭയുടെ സമ്മേളനം പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ഇതിനെതിരായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ശബരിമല
സ്വർണ്ണ കൊള്ള തന്നെ അന്തരീക്ഷം ആകെ കൂടി ആളിക്കത്തിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ ഇതിനെതിരെ അതിശക്തമായി പ്രതികരിച്ചു തുടങ്ങി. അദ്ദേഹം ഇപ്പോൾ ജനജാഗ്രതാ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം അത് തിരുവനന്തപുരത്ത് സമാപിക്കും. അതിനിടയിൽ തന്നെ അദ്ദേഹം ഇടുക്കിയിൽ വെച്ചും അതുപോലെയുള്ള മറ്റ് ഇടവേളകളിലൊക്കെ അദ്ദേഹം ഈ വിഷയം ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് നഗ്നമായിട്ടുള്ള ചട്ടലംഘനമുണ്ട്, കോടതി വിധികളുടെ ലംഘനമുണ്ട്. കാരണം സ്വകാര്യ വിവരങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാരനാകട്ടെ അല്ലാതെ ആകട്ടെ അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ മറ്റാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ആ ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ തരത്തിൽ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങാൻ അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പരോക്ഷമായി. എന്തിനാണ് ഇങ്ങനെ വാദോരാതെ അദ്ദേഹം ചെയ്ത ധീരകൃത്യങ്ങളെ കുറിച്ചൊക്കെ ആളുകളെ വിളിച്ച് ഒരു പരിചയവുമില്ലാത്തവരെയൊക്കെ പേരിട്ട് വിളിക്കുകയാണ്. എന്തൊരു അധപ്പതിച്ച ഒരു അവസ്ഥയിലേക്കാണ് ഒരു ഉന്നത സ്ഥാനീയനായിരിക്കുന്ന മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകൾ പോകുന്നത് എന്നുള്ളത് ആളുകളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വി.ഡി. സതീശനോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷി നേതാക്കളും ഈ കാര്യത്തിൽ ശക്തമായി ഇടപെട്ടിരിക്കുകയാണ്. ശ്രീ വി.ഡി. സതീശൻ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായി നേരിടും, പ്രചാരണത്തിലൂടെ നേരിടും, അതോടൊപ്പം തന്നെ ഈ ചട്ടലംഘനത്തിനെതിരായി നിയമപരമായ പോരാട്ടവും നടത്തുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഇത്തരം കാര്യങ്ങളിലുള്ള ഇടപെടലുകളൊക്കെ നമ്മൾ ഇതിനോടകം കണ്ടതാണ്. ശബരിമല തീവെട്ടി കൊള്ളയിൽ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ധാരാളം ഇതുപോലെ അധികാര ദുർവിനിയോഗം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കുന്നത്, അതുപോലെ കള്ളം പറഞ്ഞ് പല കണക്കുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യവസായ മന്ത്രിയെ കൊണ്ടും അതുപോലെ തൊഴിൽ മന്ത്രിയെ കൊണ്ടും ആരോഗ്യമന്ത്രിയെ കൊണ്ടും ഒക്കെ വിളിച്ചു പറയുക. കേരളത്തിൽ 1-ാം നമ്പരാണ് ഇപ്പോൾ ആരോഗ്യരംഗം ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ കാണിക്കുന്നത്. ഏത് നിലയിലാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് ഈ തരത്തിലുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനവും നിയമലംഘനവും മര്യാദാ ലംഘനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മുൻഗാമികളായ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ബഹുമാനപ്പെട്ട വി.എസ്. അച്യുതാനന്ദൻ, ഇ.കെ. നായനാർ, ഇ.എം.എസ്. നമ്പൂതിരിപ്പാട് തുടങ്ങിയതായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ പോലും ഈ തരത്തിൽ നെറികെട്ട ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയതായ ചരിത്രമില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി ഏൽക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു ഭാഗത്ത് കോടതിയിൽ നിന്ന് ഒന്നിന് പിറകെ ഒന്നായി തിരിച്ചടികൾ പിണറായി സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതുകൂടി ആയപ്പോൾ ഏതാണ്ട് അവരുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും ഇപ്പോഴത്തെ സർക്കാരിന്റെ അന്ത്യകൂദാശയും വളരെ സുഗമമായി നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനരോഷം ഈ കാര്യത്തിൽ വളരെ ശക്തമാണ്. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ വടക്കേ അറ്റത്തു നിന്ന് തെക്കേ അറ്റം വരെ നടത്തുന്നതായിട്ടുള്ള ഈ ജാഥയിൽ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ശക്തമായ പ്രതികരണം മറ്റ് ഘടകകക്ഷി നേതാക്കളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ബഹുജനം പൊതുസമൂഹവും ഈ കാര്യത്തിൽ വളരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രീ വി.ഡി. സതീശൻ ഈ കാര്യത്തിന്റെ ഇടപെടലിൽ കാണിക്കുന്ന ജാഗ്രത അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഏറ്റെടുക്കുന്നുണ്ട്. നിയമപരമായ ഒരു യുദ്ധത്തിന് തുടക്കമിടുകയാണ്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ നില വല്ലാതെ ഗുരുതരാവസ്ഥയിലാകും, വളരെ ദയനീയ അവസ്ഥയിലാകും. നിയമത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന്റെ ഉപദേശകർക്കോ അദ്ദേഹത്തിനോ കഴിയാതെ വരും. കാരണം ഇത് നേരിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് എന്നുള്ളതിന്റെ വ്യക്തമായ രേഖകളുണ്ട്. അതുകൊണ്ട് അതിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമ നഷ്ടപ്പെടുത്താതെ അന്തസ്സോടുകൂടി മാന്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ന്യായമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ആവുമെങ്കിൽ സ്ഥാനത്ത് തിരിച്ചെത്താൻ ശ്രമിക്കുക. അല്ലാതെ നികുതിദായകന്റെ പണമെടുത്ത് ദുർവിനിയോഗം ചെയ്യും വ്യക്തികളുടെ വിവരങ്ങൾ മോഷ്ടിച്ചെടുത്ത് അധികാരത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നത് അന്തസ്സിന് നിരക്കുന്നതല്ല, രാഷ്ട്രീയ ധാർമ്മികതയല്ല, രാഷ്ട്രീയ സദാചാരമല്ല. ഇത് ലംഘിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ് എന്ന് പറയത്തക്ക രീതിയിലേക്ക് അദ്ദേഹം തന്നെ ഈ തരം പരിപാടികളിൽ നിന്ന്
ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് CPM-ന് ഓരോ ദിവസവും കിട്ടുന്നതായിട്ടുള്ള മുഖത്തേൽക്കുന്ന അടി അവരുടെ മുഖത്തെ ആകെ വികൃതമാക്കിയിരിക്കുന്നു. കൂടുതൽ വികൃതമാക്കുന്നതായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുസമൂഹം വ്യക്തമാക്കുന്നത്.